Hello, welcome to my channel, Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഒരു അച്ചാറാണ്, ഈന്തപ്പഴം അച്ചാർ, ഡേറ്റ്സ് പിക്കിൾ. പൊതുവെ മധുരമുള്ള കറികൾ ഇഷ്ടമുള്ളവർക്ക് ഈന്തപ്പഴ അച്ചാർ ഒരുപാട് ഇഷ്ടമാകും. ഈന്തപ്പഴത്തിൻ്റെ ഒരു മധുരവും വിനാഗിരിയുടെ അല്പം പുളിപ്പും പിന്നെ എരിവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഈന്തപ്പഴ അച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈന്തപ്പഴ അച്ചാറുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെക്കുക. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണയാണ് ഈന്തപ്പഴ അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. മാക്സിമം എണ്ണ ചേർക്കുക. എണ്ണ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ അച്ചാർ ചീത്തയായി പോവും. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. കുറേ ദിവസം വരെ ഈ അച്ചാർ പുറത്തിരുന്നാലും ചീത്തയാകാതിരിക്കും. ആവശ്യത്തിന് എണ്ണയും വിനാഗിരിയും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ടും ചെറുതായിട്ട് അരിയുക. അല്ലെങ്കിൽ ഒത്തിരി വലിയ പീസാണെങ്കിൽ നമുക്ക് അച്ചാറിനകത്ത് കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ചെറിയ പീസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്നു വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. നമ്മളിതിനകത്ത് കൂടുതൽ ഇനി മുളക് പൊടി ചേർക്കും. അപ്പോൾ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എണ്ണയിൽ കിടന്ന് ഇപ്പോൾ ആ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ ആവശ്യത്തിന് മൂക്കുകയും വേണം. മൂത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയായി പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മൂക്കുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി, നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിയാണ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. 3-3.5 ടീസ്പൂണോളം ചേർക്കാം. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 2-2.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്താൽ മതിയാവും. ഇതിന് എരിവ് കുറവായതുകൊണ്ട് ഞാനിപ്പോൾ 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അത്യാവശ്യമാണ്. ഉപ്പ് കുറഞ്ഞു പോയാലും അച്ചാർ ചീത്തയാവും. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞ് വിനാഗിരിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും അല്പം പുളി മുന്നിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ പൊടികളൊന്ന് നന്നായിട്ട് ചൂടാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം 3.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തീരെ കുറച്ച് വയ്ക്കുക. അതിനുശേഷം പൊടികളെല്ലാം ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ എണ്ണയിൽ കിടന്നത് തിളച്ച് വരും. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് പിളർന്ന് അതിനകത്തെ കുരുവൊക്കെ മാറ്റിയതാണ്. ഈ ഈന്തപ്പഴം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ഒന്ന് വെന്ത് നന്നായിട്ട് എല്ലാം ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു പേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തി പരുവത്തിലാണ് ഈന്തപ്പഴ അച്ചാർ ഇഷ്ടമുള്ളതെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ അരച്ച് ചേർക്കാവുന്നതാണ്. ഈന്തപ്പഴം എനിക്ക് അങ്ങനെയുള്ള ചെറുതായിട്ട് പീസ് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈന്തപ്പഴം അരച്ചെടുത്തിട്ടില്ല.
ഈ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. ആ രീതിയിൽ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. പുളിക്കനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും നല്ലെണ്ണയും ആവശ്യത്തിന് ഉപ്പും ഉണ്ടെങ്കിൽ ഇത് കുറേ ദിവസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. അതുകൊണ്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. വിനാഗിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഈന്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു 3 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും ഈന്തപ്പഴം. എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്തതുകൊണ്ട് ഉപ്പ് പോരാതെ വരും. പോരാത്ത ഉപ്പും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. കായപ്പൊടിയും കൂടെ ചേർക്കാം. അവസാനമായിട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് എല്ലാം നല്ല ബാലൻസ് ആയി വരും. ഇത്രയും പൊടികളും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ഒട്ടും വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് ഒന്നുകൂടെ ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അച്ചാറാണ് ഈന്തപ്പഴ അച്ചാർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.